ഹായ് ഓൾ, നമ്മുടെ 150 ദിവസത്തെ മിഷൻ കാക്കി ചലഞ്ചിൻ്റെ 9ാമത്തെ ദിവസമാണിന്ന്. നമ്മൾ എടുക്കാൻ പോകുന്നത് പ്ലാനിംഗ് കമ്മീഷനും അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലാനിങ്ങുമാണ്. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിഷൻ കാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള PSC യൂണിഫോം പോസ്റ്റിലിട്ട് നടത്തുന്ന എല്ലാ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ കോച്ചിങ് പ്രോഗ്രാമാണ്. അത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പെയ്ഡ് ക്ലാസ് ഒന്നുമല്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ടും എഫേർട്ട് ഇട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഫോഴ്സിലോട്ടുള്ള എല്ലാ എക്സാംസും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കമൻറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ വേറെ കോമൺ PSC എക്സാംസിന് വേണ്ടി പഠിക്കുകയാണ്, ഇപ്പോൾ LD അതുപോലെ തന്നെ VFA പോലുള്ള എക്സാംസിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യാം. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ SCRTയും NCRT അതുപോലെ തന്നെ പ്രീവിയസ് ഇയറൊക്കെ റെഫർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ക്ലാസ് ഫുള്ള് കണ്ട ശേഷം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ തരേണ്ടതാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടെ ആവും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെന്ന് നമുക്ക് അറിയാനും പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ആസൂത്രണ കമ്മീഷനാണ്. നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ പഠിച്ചപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു, പഞ്ചവത്സര പദ്ധതികൾക്ക് വേണ്ട രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണെന്നുള്ളത്. വലിയൊരു സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ആസൂത്രണ കമ്മീഷനാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന എന്നാന്ന് നോക്കിക്കഴിഞ്ഞാൽ 1950 മാർച്ച് 15 ഒരു ക്യാബിനറ്റ് പ്രമേയം വഴിയാണ് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇനി ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലുള്ള യോജന ഭവനാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളായിട്ട് വരുന്നത് ഒരു അധ്യക്ഷനുണ്ടായിരിക്കും. അധ്യക്ഷനായിട്ട് വരുന്നത് എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. അതുപോലെ തന്നെ ഒരു ഉപാധ്യക്ഷനുണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്മീഷൻ അംഗങ്ങൾ, കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ, ആസൂത്രണ കമ്മീഷൻ എന്ന് നിലവിൽ വന്നു എന്ന് ഓർത്തു വെക്കുക, 1950 മാർച്ച് 15. ഇനി ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലുള്ള യോജന ഭവനാണ്. ഇനി കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഒരു ഉപാധ്യക്ഷനുണ്ടാകും. പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ഇനി ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുൽസരിലാൽ നന്ദയാണ്. ആ പേര് ഓർത്തു വെക്കുക, ഗുൽസരിലാൽ നന്ദ. ഇനി ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. കാരണം നമുക്കറിയാം 2014 ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്തിരുന്നു, പിരിച്ചുവിട്ടിരുന്നു. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ഇനി ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരാണെന്നും കൂടെ ഓർത്തു വെക്കുക, മോണ്ടേക് സിംഗ് അലുവാലിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് പ്ലാനിംഗ് കമ്മീഷൻ 2001 അവതരിപ്പിച്ച ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ്, എന്നാണ് റിപ്പോർട്ട് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നതെന്ന്. 2001 നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഇന്ത്യയുടെ മനുഷ്യവികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.571 ആയിരുന്നു. ഇനി ഈ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൻ്റെ HDI അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.638 ആയിരുന്നു. മാത്രമല്ല കേരളമായിരുന്നു ഈ ഇൻഡെക്സ് പ്രകാരം 1ാം റാങ്കിലുണ്ടായിരുന്നത്. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, 2001 ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ അവതരിപ്പിച്ച ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ്. ഇനി അതുപോലെ തന്നെ ഏറ്റവും താഴ്ന്ന HDI ഉള്ള സംസ്ഥാനം കൂടെ ഓർത്തു വെച്ചേക്കുക, അത് ബീഹാർ ആയിരുന്നു. ഓക്കെ, അപ്പം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ബീഹാറും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമായിരുന്നുവെന്നും ഓർത്തു വെക്കുക. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നിന്ന് പഠിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ അവതരിപ്പിച്ചതെന്ന് ഓർത്തു വെക്കുക. 2001 ആദ്യമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്ലാനിംഗ് കമ്മീഷൻ അവതരിപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ മനുഷ്യവികസന സൂചിക എന്ന് പറയുന്നത് 0.571 ആയിരുന്നു. മാത്രമല്ല ഏറ്റവും ഉയർന്ന HDI ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളവും ഏറ്റവും കുറവ് HDI ഉള്ള സംസ്ഥാനം ബീഹാറുമായിരുന്നു എന്നും ഓർത്തു വെക്കുക. ഇനി കേരളത്തിൻ്റെ HDI എന്ന് പറയുന്നത് 0.638 ആയിരുന്നു. അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് ദേശീയ വികസന സമിതിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്നതാണ് ദേശീയ വികസന സമിതിയും പ്ലാനിംഗ് കമ്മീഷനും. അപ്പം ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തി പോവുക. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുക എന്നുള്ളതാണ് ദേശീയ വികസന സമിതിയുടെ ജോലി. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതിയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാനിംഗ് കമ്മീഷനാണ്. ഇനി എന്നാണ് ദേശീയ വികസന സമിതി രൂപീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1952 ഓഗസ്റ്റ് 6 ഇനി NDCയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന ഡേറ്റ് ഓർത്തു വെക്കുക, 1952 നവംബർ 8-9 ദിവസങ്ങളിലായിട്ടാണ് NDCയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഇനി NDCയുടെ അധ്യക്ഷനായിട്ടും പ്രവർത്തിക്കുന്നത് ആര് തന്നെയാണ്, നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കും.
ഇനി NDCക്ക് പകരമായിട്ട് നിലവിൽ രൂപം കൊണ്ട സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. ഗവേണിംഗ് കൗൺസിലിനെ പറ്റി നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. അത് നമ്മൾ നീതി ആയോഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട ഇത്രയും പോയിന്റ്സ് ഓർത്തു വെക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അഥവാ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കേന്ദ്രത്തിലുള്ളതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലും എന്തുണ്ടായിരിക്കും, പ്ലാനിംഗ് ബോർഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ലിസ്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഭരണഘടനയിൽ അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി നമ്മുടെ സാമ്പത്തിക ആസൂത്രണം ഏത് ലിസ്റ്റിലാണ് വരുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിനെ പറ്റി പഠിക്കാം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വരുന്നത് 1967 അതുപോലെ തന്നെ ആസ്ഥാനം ഓർത്തിരിക്കുക, തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്നത് കേരള മുഖ്യമന്ത്രിയായിരിക്കും. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന ഒരു വൈസ് ചെയർപേഴ്സണും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. ഇനി ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് MK ഹമീദായിരുന്നു. അപ്പോൾ നമ്മൾ നിലവിലെ അധ്യക്ഷൻ ആരാണെന്നും കൂടെ ഓർത്തു വെക്കുക. നമ്മുടെ നിലവിലെ പ്ലാനിംഗ് ബോർഡിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് VD സതീശനാണ്. അതുപോലെ തന്നെ നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് KM ചന്ദ്രശേഖറാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഒരു മെമ്പർ സെക്രട്ടറിയും കൂടെയുണ്ട്. നിലവിലെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് KR ജ്യോതിലാൽ IAS ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെടുത്തി ഓർത്തു വെക്കുക. അപ്പോൾ അവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് എന്നാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നതെന്ന് ഓർത്തു വെക്കുക. 1967 അതുപോലെ തന്നെ ആസ്ഥാനം തിരുവനന്തപുരത്താണെന്നും ഓർത്തു വെക്കുക. പിന്നെ വൈസ് ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണെന്ന് പ്രത്യേകം ഓർത്തു വെച്ചേക്കുക, സംസ്ഥാന സർക്കാരാണ്. നമുക്ക് ഓപ്ഷനിൽ ഗവർണർ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. അപ്പോൾ നമ്മുടെ വൈസ് ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്, സംസ്ഥാന സർക്കാരാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആസൂത്രണവുമായി ബന്ധപ്പെട്ട കുറച്ച് SCERT ഫാക്ട്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിന് 4 ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. ഒന്നാമത്തേതാണ് വളർച്ച, രണ്ടാമത്തേതെന്ന് പറയുന്നത് ആധുനികവൽക്കരണം, മൂന്നാമത്തേതെന്ന് പറയുന്നത് സ്വാശ്രയത്വം, നാലാമത്തേതെന്ന് പറയുന്നത് തുല്യനീതി. അപ്പോൾ 4 ലക്ഷ്യങ്ങൾ ഓർത്ത് വെക്കുക: വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, തുല്യനീതി. ഇനി വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഉൽപ്പാദനത്തിൻ്റെ വർധനവാണ് അല്ലേ. നമ്മുടെ രാജ്യത്ത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതിലുണ്ടാകുന്ന വർധനവിനെയാണ് വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ആധുനികവൽക്കരണമാണ്. നമ്മുടെ സാമ്പത്തിക മേഖലയിലെ പുതിയ ടെക്നോളജിയുടെ ഉപയോഗത്തെയാണ് ആധുനികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ലക്ഷ്യമാണ് സ്വാശ്രയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇന്ത്യക്ക് തന്നെ എന്ത് ചെയ്യുക, സ്വതസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അവസാനത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് തുല്യനീതിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭവങ്ങളും എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക, ജാതി മത ലിംഗഭേദമന്യേ എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് തുല്യനീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആസൂത്രണത്തിന് എത്ര ലക്ഷ്യങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4 ലക്ഷ്യങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക: വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, തുല്യനീതി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വിശ്വേശ്വരയ്യയെ പറ്റിയാണ്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണം പഠിക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പേരാണ് വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നാണ് വിശ്വേശ്വരയ്യ അറിയപ്പെടുന്നത്. കാരണം ഇന്ത്യൻ പ്ലാനിങ്ങിൽ അത്രയധികം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് വിശ്വേശ്വരയ്യ. ഇനി ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വിശ്വേശ്വരയ്യയാണ്. ഇനി ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 15, അതായത് വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ്. നാഗ്പൂരാണ് വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. ഇനി ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതും വിശ്വേശ്വരയ്യയാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1934 പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതും ആരാണ്? വിശ്വേശ്വരയ്യയാണ്. ഒരുപാട് പ്രാവശ്യം PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ളൊരു പുസ്തകത്തെ സംബന്ധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിശ്വേശ്വരയ്യയായിട്ട് കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക. ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ: ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവാണ്, എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് വിശ്വേശ്വരയുടെ ബർത്ത്ഡേ ആയിട്ടുള്ള സെപ്റ്റംബർ 15. അതുപോലെ തന്നെ വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരാണ്. ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതും വിശ്വേശ്വരയ്യയാണ്. ഇനി പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതും വിശ്വേശ്വരയ്യയാണ്. 1934 ഈ ബുക്ക് രചിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളും നടന്ന വർഷവുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കറാച്ചി സമ്മേളനമാണ്. ഇന്ത്യൻ ആസൂത്രണം സംബന്ധിച്ചിട്ട് ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ INC കറാച്ചി സമ്മേളനത്തിൽ വെച്ചിട്ട് ബ്രിട്ടീഷ് ചൂഷണവും അതുപോലെ തന്നെ ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ തടയാമെന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി 1931 INC കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണെന്ന് ഓർത്തു വെക്കുക: സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു.
അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് 1938 നെഹ്റു കോൺഗ്രസ് പ്ലാനാണ്. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ അധ്യക്ഷനായിരുന്നത് നെഹ്റു ആണ്. 1938 നെഹ്റു കോൺഗ്രസ് പ്ലാൻ അവതരിപ്പിക്കുമ്പോഴത്തേക്കും INC പ്രസിഡന്റ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇതിവിടെ പഠിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1938 ഹരിപുര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നെഹ്റു കോൺഗ്രസ് പ്ലാൻ അവതരിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് INC പ്രസിഡന്റ് ആരാണെന്നും കൂടെ ഓർത്ത് വെക്കുക, സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അപ്പോൾ തിരിഞ്ഞു പോകരുത്, നമ്മുടെ നെഹ്റു കോൺഗ്രസ് പ്ലാൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നെഹ്റുവും അതുപോലെ തന്നെ INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസുമാണ്. രണ്ടാം ലോക മഹായുദ്ധം കാരണം നമുക്ക് ഈ നെഹ്റു കോൺഗ്രസ് പ്ലാൻ നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 1944 ബോംബെ പ്ലാനാണ്. അപ്പോൾ ബോംബെ പ്ലാൻ അറിയപ്പെടുന്ന ഒഫീഷ്യൽ പേരെന്ന് പറയുന്നത് എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോർ ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് കോമൺലി പറയുന്ന പേരാണ്, അതിൻ്റെ ഔദ്യോഗിക പേരും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇന്ത്യയിലെ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അർദേശിർ ദലാൽ എന്ന് പറയുന്നത്, അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി എന്ന് പറയുന്നത് ജോൺ മത്തായി ആണ്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് 1944 ഗാന്ധിയൻ പ്ലാനാണ്. അപ്പോൾ ഗാന്ധിയൻ പ്ലാൻ അവതരിപ്പിക്കുന്നത് ശ്രീമൻ നാരായൺ അഗർവാൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, ഗാന്ധിയൻ സമ്പത്ത് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ പിതാവ് JC കുമരപ്പയാണ്. അപ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഗാന്ധിയൻ പ്ലാൻ അവതരിപ്പിക്കുന്നത് ശ്രീമൻ നാരായൺ അഗർവാളും അതുപോലെ തന്നെ ഗാന്ധിയൻ സമ്പത്ത് വ്യവസ്ഥ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് JC കുമരപ്പയുമാണ്. അടുത്ത നമുക്ക് നോക്കാൻ പോകുന്നത് പീപ്പിൾസ് പ്ലാൻ ആണ്. 1944 തന്നെയാണ് പീപ്പിൾസ് പ്ലാൻ വരുന്നത്. MN റോയ് ആണ് പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെക്കുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിച്ച പ്ലാനാണ് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് 1945 സർവോദയ പ്ലാനാണ്. അവതരിപ്പിക്കുന്നത് ജയപ്രകാശ് നാരായണാണ്. വിനോബ ഭാവയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടാണ് സർവോദയ പ്ലാൻ അവതരിപ്പിക്കുന്നത് ജയപ്രകാശ് നാരായൺ അവതരിപ്പിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് 1948 ഇന്ത്യയിലെ ആദ്യ വ്യവസായിക നയമാണ്. അപ്പോൾ ഓർത്തു വെക്കുക, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യവസായിക നയം പ്രഖ്യാപിക്കുന്നത് 1948 ദിവസം കൂടെ ഓർത്തു വെക്കുക, 1948 ഏപ്രിൽ 6 നമ്മുടെ ആദ്യ വ്യവസായിക നയം അവതരിപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ വ്യവസായ മന്ത്രി എന്ന് പറയുന്നത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു. ഇനി എന്തൊക്കെയായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യവസായ മേഖലയിൽ സർക്കാരിൻ്റെയും സ്വകാര്യ മേഖലയുടെയും പങ്ക് നിർവചിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകരിച്ച് വരുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിനൊരു വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊക്കെ മേഖല പൊതുമേഖലയിൽ വരുന്നുവെന്നും ഏതൊക്കെ മേഖല സ്വകാര്യ മേഖലയിൽ പോകുമെന്നുള്ളത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് തന്നെയായിരുന്നു ഇന്ത്യയിലെ ആദ്യ വ്യവസായിക നയത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ വ്യവസായിക നയം കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പൊതുമേഖലയ്ക്കാണെന്നും കൂടെ ഓർത്തു വെച്ചേക്കുക. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇവിടെ ഓർത്തു വെക്കണം. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനാണ്. 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്. നമ്മുടെ സോഷ്യലിസം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തു വെച്ചേക്കുക, നമ്മുടെ 1955 INC സമ്മേളനത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരിക്കണമെന്നാണ് പറഞ്ഞത്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ആവണമെന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും കൂടെ കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക. ഇനി പൊതുമേഖലയ്ക്കാണ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ കൊണ്ട് പ്രാധാന്യം കൊടുത്തത്. മാത്രമല്ല നമ്മുടെ വ്യവസായങ്ങളെ 3 ഷെഡ്യൂളുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഷെഡ്യൂൾ A, ഷെഡ്യൂൾ B, ഷെഡ്യൂൾ C. ഷെഡ്യൂൾ എയിൽ വരുന്നത് പൂർണ്ണമായിട്ടും സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സംസ്ഥാനമല്ല അവിടെ മീൻ ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ളതാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ഇനി ഷെഡ്യൂൾ B എന്ന് പറയുന്നത് സ്റ്റേറ്റിനും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്കും, അതായത് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നതാണ് ഷെഡ്യൂൾ B എന്ന് പറയുന്നത്. ഇനി ഷെഡ്യൂൾ C എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എന്തായിരിക്കും, സ്വകാര്യ മേഖലയായിരിക്കും. എന്നാൽ സർക്കാരിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആവശ്യാനുസരണം ഇടപെടാം. അപ്പോൾ ഇങ്ങനെ 3 ഷെഡ്യൂളായിട്ടാണ് നമ്മുടെ വ്യവസായങ്ങളെ തിരിച്ചിരുന്നത്. അടുത്തത് 2014 ഓഗസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു, പ്ലാനിംഗ് കമ്മീഷൻ നീക്കം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അതിനുശേഷം 2015 നീതി ആയോഗ് രൂപീകരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നീതി ആയോഗിനെ പറ്റി നമുക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. കാരണം അതൊരു വാസ്റ്റ് സിലബസ് ആണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ തരണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി, റിപ്ലൈ തരാം. അപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം.